മഴത്തോരു മൊബൈലിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗംഗാധരനാണെങ്കിൽ മനുവിനെ വിളിക്കുകയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്താ വലിയച്ചാന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ശിവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, നീ ഇപ്പം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ വീട്ടിലാണ്, അച്ഛനാണെങ്കിൽ വക്കീലിനെ കാണാൻ പോയി. വക്കീലിനെയോ? അതെന്തിനാ? അത് ഹരിയുടെ കാര്യം സംസാരിക്കാൻ ജാമ്യം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം വക്കീൽ അങ്ങനെ പറഞ്ഞു എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അതേ വക്കീൽ പറയുന്നത് അടുത്ത സിറ്റിങ്ങിൽ ജാമ്യം കിട്ടുമെന്നാണ്. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതെന്ത് പറ്റി വലിയ പെട്ടെന്ന് വരുന്നതെന്ന് മനു ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങളെല്ലാവരും അവിടെ കാണുമല്ലോ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരികയാണ്. അപ്പം എത്താറായോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. 1 മണിക്കൂറത്തെ ഡ്രൈവ്, അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തുമെന്ന് പറയുന്നത്. അങ്ങനെ ഗംഗാധരനാണെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ്. ആകപ്പാടെ ടെൻഷനാണ് മനു. അപ്പം മനു ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ആലോചിക്കാൻ അവരെനിക്ക് ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടാ ഇത്ര ആലോചിക്കാൻ? അല്ല, വല്യച്ഛൻ പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞ് അതിനെന്താ പ്രശ്നമെന്ന് രഞ്ജിനി ചോദിക്കുന്നില്ല. വല്യച്ഛൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാരണമില്ലാതെ വല്യച്ഛൻ വരത്തില്ല എന്ന് പറയാണ്. അപ്പം രഞ്ജിനി പറയാണ്, എന്തായാലും 1 മണിക്കൂറിനകം വല്യച്ഛൻ വരുമെന്നല്ലേ പറയുന്നത്, വന്നതിന് ശേഷം കാര്യം അറിയാമെന്ന് പറയാണ്. അപ്പം മനു ആകപ്പാടെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഗംഗാധരനാണെങ്കിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നെങ്കിലും ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനി ബാലചന്ദ്രൻ പുനലൂർ പോയോ, ഇനി സ്റ്റാൻലിയെ കാണാൻ പോയോ എന്നൊക്കെയുള്ള ആകപ്പാടെ ടെൻഷനിലാണ്. അപ്പം അതിനുശേഷം കൊല്ലപ്പള്ളിയിലാണെങ്കിൽ മനു ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആദരൻ എത്തുന്നുണ്ട്. അപ്പം മനു ഓടിച്ചിരുന്നുണ്ട്, വല്യച്ഛ ഒറ്റയ്ക്കാണോ ഡ്രൈവ് ചെയ്ത് വന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, അതെന്താ ഒരു ഡ്രൈവറിനെ വിളിക്കുമോ അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചാൽ വന്നാൽ പോരായിരുന്നോ? അപ്പം ഗംഗാധരൻ പറയാണ്, അതിനൊന്നും സമയം കിട്ടില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് അത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അപ്പം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണല്ലോ എന്ന് മനു പറയുന്നുണ്ട്. അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, അതെ, അത്യാവശ്യമായിട്ട് നിങ്ങളെ കണ്ട് സംസാരിക്കേണ്ട കാര്യമാണ്. ശിവൻ എന്തെന്ന് ചോദിക്കണം. അപ്പം മനു പറയണം, അച്ഛൻ വന്നില്ല, അപ്പം ഞാൻ വിളിച്ചായിരുന്നു, ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത്, വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് മനു വിളിക്കുന്നുണ്ട്. വൈജി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, ആൻറ്റി ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ മനു പറയുന്നുണ്ട്, അത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് വലിയച്ച എന്ന് പറയാണ്. എന്താ എന്താ പ്രശ്നം എന്ന് പറയുന്നത്? അത് രഞ്ജിയാണെങ്കിൽ ബബിത അറിഞ്ഞായിരുന്നല്ലോ ബാലചന്ദ്രൻ്റെ മകളല്ല അലീനയെന്ന്. ബബിത ആ കാര്യം രഞ്ജിനോട് പറഞ്ഞു. രഞ്ജി ഇന്ന് രാവിലെ ആണെങ്കിൽ എല്ലാവരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഈ കാര്യം പറഞ്ഞു. അങ്ങനെ വൈജയന്തി അറിഞ്ഞ് വൈജയന്തി ആകപ്പാടെ തിളച്ചിരിക്കുകയാണ്. അലീനയും ബാലചന്ദ്രൻ അങ്കിളും കൂടെ തമ്മിൽ എന്തോ തെറ്റായ ബന്ധമുണ്ടെന്നാണ് ആൻറ്റി ഇപ്പം പറയുന്നത്. അതുകൊണ്ടാണ് എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന വൈജയന്തി പറയുന്നതിൽ നിന്ന് മനു ആണെങ്കിൽ ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ നല്ല ദേഷ്യം പറയാണ്, ഇവക്കൊരു ബോധമില്ല, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇവളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത്, ഇനി എന്തൊക്കെ വരാതിരിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം, അതിൻ്റെ ഇടയ്ക്ക് ഇനി അവളായിട്ട് പുതിയ പ്രശ്നം ഉണ്ടാക്കി വെക്കുകയാണെന്ന് പറയുകയാണ് ഗംഗാധരൻ. അപ്പം മനു ആണെങ്കിൽ എന്താ വലിയച്ച വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ബാലേന്ദ്രൻ രണ്ടും കൽപ്പിച്ചാന്ന് പറയാണ്. എന്നിട്ട് ഗംഗാധരൻ മനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അലീന പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ മനു പറയണം, അതെ, അലീന പോകാൻ തീരുമാനിച്ച് വൈജയന്തി തിരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ അലീന പോകണമെന്ന് ആ ഒരു ഡിമാൻഡ് അംഗീകരിച്ചാൽ മാത്രമേ വൈജയന്തി തിരിച്ച് നെടുമ്പുരയ്ക്ക് ചെല്ലത്തോളം എന്ന് അലീനയോട് പറഞ്ഞു. അപ്പം അലീന അത് സമ്മതിച്ച് അലീന പോവാമെന്ന് സമ്മതിച്ചു. അപ്പം അലീന പോയി കഴിഞ്ഞാൽ ആൻറ്റി ചെല്ലുമല്ലോ, അതോടെ ബാലചന്ദ്രൻ അങ്കിളും വൈജയന്തിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് അലീന പറയുന്നത്. പിന്നെ അലീന ആ വീട്ടിലൊരു അധികപ്പറ്റ, അതുകൊണ്ട് അലീന പോകാൻ തന്നെ തീരുമാനിച്ചെന്ന് ഞങ്ങളടുത്തൊക്കെ പറഞ്ഞതെന്ന് മനു പറയുകയാണ്. അതുമാത്രം അപ്പം മനു ചോദിക്കുകയാണ്, അതെങ്ങനെ വല്യച്ഛൻ അറിഞ്ഞത് അലീന പോകുന്ന കാര്യം അച്ഛൻ വിളിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയുകയാണ്, ശിവൻ എന്നെ ഒന്നും വിളിച്ച് പറഞ്ഞില്ല, പക്ഷേ ഞാൻ അറിഞ്ഞു, ബാലചന്ദ്രൻ പറഞ്ഞെന്ന് പറയാണ്. എന്താ അങ്കിള് വലിയച്ഛനെ വിളിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, വിളിച്ചൊന്നും പറഞ്ഞില്ല, നേരിട്ട് കണ്ട് പറഞ്ഞെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മനു ഞെട്ടുന്നുണ്ട്. നേരിട്ട് കണ്ടോ? അതിന് ഇപ്പം വരുന്ന വഴിയിൽ വലിയച്ഛനാണെങ്കിൽ നെടുമ്പുരയ്ക്ക് കയറിയോ? അതിന് ബാലചന്ദ്രൻ അങ്കിള് ഏതോ ടൂറിലാണല്ലോ, അവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ മനു പറയുന്നുണ്ട്. അപ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അവിടെ ബബിതയും പിള്ളേരൊക്കെ എവിടെ പോയി, അലീനയൊക്കെ എവിടെ പോയെന്ന് ചോദിക്കുന്നത്. അവരെല്ലാം കൂടെ എറണാകുളത്ത് പോയിരിക്കുകയാണ്. അത് രേവതി കുട്ടി ഉണ്ടല്ലോ അലീനയുടെ കൂടെ ഓർഫണേജിൽ നിന്ന ആ കുട്ടി, അവരെ വീട്ടിലേക്ക് പോയേക്കുവാണ്. എന്തായാലും അങ്കിൾ അവിടെ ഇല്ലല്ലോ, അപ്പോഴത്തേക്ക് അവർ 2 ദിവസം അവിടെ നിന്നിട്ട് വരാമെന്നും പറഞ്ഞ് പോയേക്കുവാണ്. അപ്പം വീണ്ടും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഇതുവരെ ബാലചന്ദ്രൻ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, വന്നില്ല, ഏതോ ടൂറിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്, കൂടെ ഗംഗാധരനും ഉണ്ടെന്ന്, ഗംഗാധരൻ അങ്കിളും ഉണ്ടെന്ന് മനു പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ചാണെന്ന് ഗംഗാധരൻ പറയാണ്. അപ്പം മനു ചോദിക്കണം, എന്താ വലിയ പറയുന്നത്? അപ്പം നമ്മുടെ ഗംഗാധരൻ പറയുന്നത്, അതൊക്കെ ഉണ്ട്, ബാ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ കമല വരുന്നുണ്ട്. ഗംഗേട്ടനോ, എന്ത് പറ്റി ഗംഗേട്ട പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, ശിവനെയും മനുവിനെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി,
പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് പോകാമെന്നും പറഞ്ഞ് വന്നതാണെന്ന് പറയാണ്. ആ സമയത്ത് വൈജ എന്ത് ചെയ്യുന്നു കമലയോട് ചോദിക്കുകയാണ്. മുറിയിലുണ്ടെന്ന് കമല പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് വൈജ ഇറങ്ങി വരുന്നുണ്ട്. ആ ഗംഗേട്ടൻ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ ശിവനെ ഒന്ന് കാണണം, അതുകൊണ്ട് പെട്ടെന്ന് പോരുന്നെന്ന് പറയാണ്. ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ചോദിക്കുകയാണ്. ഏട്ടത്തെ കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കുകയാണ്. ഒറ്റയ്ക്കേ ഉള്ളു, എങ്ങനെ വന്നേ എന്ന് വീണ്ടും വൈജ ചോദിക്കുന്നുണ്ട്. ഞാൻ കാറിൽ വന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വന്നു എന്ന് വൈജ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ പിന്നെ കാത്തു നിന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ പോരുന്നെന്ന് പറയാണ്. പിന്നെ നിനക്കെങ്ങനെയുണ്ട് ഇപ്പം, അസുഖമൊക്കെ കുറേയൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയണം, മാറി. നീ എന്താ ഇങ്ങോട്ട് പോരുന്നതെന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ടാക്കിയതല്ലേ ശിവേനൊക്കെ ചേർന്ന്, പിന്നെ നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് പോരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, എനിക്ക് ആ വീട്ടിൽ നെടുമ്പുരയ്ക്ക് വീട്ടിൽ ഒരു പട്ടിയെ പോലെ കിടക്കാൻ വയ്യ, ആരും എനിക്കൊരു വില തരുന്നില്ല, ഞാനെന്തിനാ അവിടെ വല്ലവരുടെ ഔദാര്യം പറ്റാൻ വേണ്ടി കിടക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുന്നെന്ന്. അപ്പം ഗംഗാധരൻ ചോദിക്കുകയാണ്, ആരുടെ വീട്, ഇത് നിൻ്റെ വീടാണോ, പിന്നെ ഇത് നിൻ്റെ വീടാണെന്ന് ആര് പറഞ്ഞെന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. ഇത് കുടുംബ വീടല്ലേ, അപ്പോൾ ഇത് എൻ്റെയും കൂടെ വീടല്ലേ, പിന്നെ ഞാനിവിടെ സ്ഥിരതാമസത്തിനൊന്നും നിൽക്കുകയല്ല, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പം ഞാനങ്ങ് പോവും, വാടക വീട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ അലീന എന്ന് പറയുന്നവൾ 2 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം അറിഞ്ഞിട്ട് വേണം വാടക വീട്ടിൽ പോകണോ അതോ നെടുമ്പുരയിലേക്ക് പോകണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നതെന്ന് വൈജ പറയാണ്. ഇനി എന്തായാലും അവളെ അത്ര പെട്ടെന്ന് ഞാൻ വെറുതെ വിടണമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് വൈജ ഗംഗാധരൻ്റെ അടുത്ത് പറയാണ്, ഗംഗേട്ട ഒരു കാര്യം ഗംഗേട്ടൻ അറിയാവോ, ആ അലീനയും ബാലചന്ദ്രനെയും കൂടെ നമ്മളെല്ലാം കൂടെ പറ്റിക്കുകയായിരുന്നു. ഇപ്പോഴാണ് സത്യം പുറത്തു വന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ബാലചന്ദ്രൻ കള്ളം പറയുകയാണ്, ബാലചന്ദ്രൻ്റെ മകളല്ല അലീനയെന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ആരും എൻ്റെ കൂടെ നിന്നില്ല, എൻ്റെ വിഷമോ വേദനയോ ആരും കേട്ടില്ല. ഇപ്പം സത്യം പുറത്തു വന്നെന്ന് പറയാണ്. അപ്പം ഗംഗാധരൻ ചോദിക്കുകയാണ്, എന്ത് സത്യം, ആ അലീനയുണ്ടല്ലോ ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന്. അപ്പം വൈജ എടുത്ത് ചോദിക്കുകയാണ്, നിന്നോട് ഇതാര് പറഞ്ഞു, എന്നോട് രഞ്ജിയാണ് പറഞ്ഞത്, അപ്പം അവളോട് ബബിത പറഞ്ഞെന്ന് വൈജ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം ഗംഗാധരൻ ചോദിക്കുകയാണ്, അത് ചുമ്മാതെങ്ങാനും ബബിത പറഞ്ഞതായിരിക്കും എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. അപ്പം വൈജ പറയാണ്, ഗംഗേട്ടനും അങ്ങനെ തന്നെയാണോ പറയുന്നത്, ഇത് ചുമ്മാതൊന്നുമല്ല, എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു അവർ പറയുന്നത് കള്ളത്തരമാണെന്ന്. മാത്രമല്ല ബബിത അലീനയോടും ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത് ബാലചന്ദ്രൻ സമ്മതിക്കുകയും ചെയ്ത് അലീന സ്വന്തം മോളല്ലെന്ന്. അതുപോലെ അലീനയും സമ്മതിച്ച് ബാലചന്ദ്രൻ അച്ഛനാണെന്ന്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടുന്നത്, അവർ തന്നെ സമ്മതിച്ചതാണെന്ന് പറയാണ്. മനു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, എന്തായാലും ബാലചന്ദ്രൻ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ല, എങ്ങാണ്ട് ടൂറ് പോയേക്കാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പിള്ളേരെ ആണെങ്കിൽ അലീന എറണാകുളത്ത് കൊണ്ടുപോയേക്കുവാണ്, രേവതി എന്ന് പറയുന്ന അവളുടെ വീട്ടിൽ, അവൾ ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലേക്ക് കൊണ്ടുപോയേക്കുവാണ്, നാണം ഇല്ലാത്തവളെന്ന് പറയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, നിന്നോട് പറഞ്ഞിട്ടാണോ അവർ പോയതെന്ന് ചോദിക്കുകയാണ്. എന്നോട് എന്തിനു പറയുന്നത്, അഴിച്ചു വിട്ടേക്കുമല്ലേ എല്ലാത്തിനെന്ന് പറയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, നീ അല്ലാത്തതുകൊണ്ടാണ് അവർ നിന്നോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ പോയത്, നീ നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ, നീ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയാണ്, ഗംഗേട്ടനും ബാലചന്ദ്രൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണ്, ഇത്രയൊക്കെ ഉണ്ടായി, ഇത്രയും എല്ലാവരെയും കള്ളം പറഞ്ഞ് പറ്റിച്ച്, എന്നിട്ട് വീണ്ടും ബാലചന്ദ്രൻ്റെ സൈഡിൽ നിന്ന് എന്നോട് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ബാലചന്ദ്രൻ പറയുന്നത് മാത്രമേ ശരി, ബാലചന്ദ്രനെ നിങ്ങൾ പേടിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ബാലചന്ദ്രൻ്റെ സൈഡിൽ ശരിയുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ബാലചന്ദ്രൻ്റെ സൈഡിൽ നിൽക്കുന്നത്, അത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജയാണെങ്കിൽ പറയാണ്, നിങ്ങളൊക്കെ ഇനി എന്ത് പറഞ്ഞാലും ബാലചന്ദ്രനെ അവളെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് ദേഷ്യം നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ കുളത്തൂപ്പുഴയിലേക്ക് പോവുകയാണ്, സ്റ്റാൻലിയെ കണ്ടുപിടിക്കും എന്നുള്ളൊരു വാശിയിൽ തന്നെ പോവുകയാണ്. കൂടെ ഗോവർദ്ധനും ഉണ്ട്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് ലൊക്കേഷനും അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയോണ്ട് ഇനി പെട്ടെന്ന് കണ്ടുപിടിക്കാം ബാലേട്ടാന്ന് പറയാണ്. ബാലചന്ദ്രൻ പറയാണ്, എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും അയാളെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വാശിയോടെ തന്നെ ഇരിക്കുകയാണ്, സ്റ്റാൻലിയെ കണ്ടുപിടിക്കണം, സ്റ്റാൻലിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണമെന്നും പറഞ്ഞുകൊണ്ട് വാശിയിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോവുകയാണ്.